ബംഗാൾ മന്ത്രിയായി ദിലീപ് ഘോഷ് বিজেপিയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. আমি ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব। পশ্চিমবঙ্গ রাজ্যের মন্ত্রীরূপে আমার কর্তব্যসমূহ নিষ্ঠাপূর্বক এবং বিবেকসম্মতভাবে নির্বাহ করিব এবং ভয় বা পক্ষপাত প্রীতি বা বিদ্বেষ রহিত হইয়া সকল শ্রেণীর জনগণের প্রতি সংবিধান ও বিধি অনুসারে ন্যায়াচরণ করিব। আমি শ্রী দিলীপ কুমার ঘোষ ঈশ্বরের নামে শপথ করিতেছি যে পশ্চিমবঙ্গ রাজ্যের মন্ত্রীরূপে যে কোনো বিষয় যাহা আমার বিবেচনার জন্য আনিত হইবে বা আমি জ্ঞাত হইব তাহা ওই মন্ত্রীরূপে আমার কর্তব্যসমূহের যথাযথ নির্বাহের জন্য যেরূপ আবশ্যক হইতে পারে তদ্ব্যতিরেকে আমি প্রত্যক্ষ বা পরোক্ষভাবে কোনো ব্যক্তি বা ব্যক্তিগণের নিকট জ্ঞাপন করিব না বা প্রকাশ করিব না। സുവേന്ദു അധികാരി സർക്കാരിൽ മന്ത്രിയായി ബിജെപിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ബംഗാൾ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ദിലീപ് ഘോഷ് അധികാരമേറ്റിരിക്കുകയാണ്. നേരത്തെ ബംഗാളിൽ ബിജെപിയുടെ മുഖമായിരുന്നു ദിലീപ് ഘോഷ്. ബംഗാളിലെ ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ദിലീപ് ഘോഷിനെ ബംഗാൾ മന്ത്രിയായി ബിജെപി നിർദ്ദേശിക്കുകയും ഇപ്പോൾ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തിരിക്കുന്നു. സുവേന്ദു അധികാരിക്ക് പിന്നാലെ ബംഗാൾ മന്ത്രിസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരിൽ ആദ്യ പേരുകാരൻ ദിലീപ് ഘോഷ്. ഇനി സത്യപ്രതിജ്ഞ ചെയ്യുക അഗ്നിമിത്ര പോളാണ്. മഹിളാ മോർച്ചയുടെ ബംഗാൾ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന അഗ്നിമിത്ര പോളാണ് ഇനി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.